നവസുവിശേഷ വീഥിയിൽ തിരുസഭയുടെ ശുശ്രൂഷകൾക്ക് കരുത്തു നൽകുന്ന യുവ വൈദികരോടൊപ്പമാണ് ജോഷുവ എന്ന ഈ പ്രോഗ്രാമിൻ്റെ സഞ്ചാരം. ഇന്നിൻ്റെ ആകാശത്തെ തിരിച്ചറിഞ്ഞ് പുതിയ മഴവില്ലുകൾ എഴുതുന്നവർ, ഇന്നിൻ്റെ വഴിത്താരകൾ തിരിച്ചറിഞ്ഞ് പുത്തനാശയങ്ങൾ രൂപീകരിക്കുന്നവർ. ഇത് ഫാദർ ഡാനി കപ്പൂച്ചിൻ. വ്യത്യസ്തതയാർന്ന അനേകം ആശയങ്ങളിലൂടെ ക്രിസ്തു സ്നേഹം അനേകർക്ക് വിളമ്പി നൽകുന്ന വൈദികൻ. നവമാധ്യമമായ വാട്സപ്പിലൂടെ ദിനവും രാവിലെ ഡാനിയച്ചൻ നൽകുന്ന വചന സന്ദേശം ഡേ ലൈറ്റ് അനേകർക്ക് ആശ്വാസമേകുന്ന ശുശ്രൂഷയായി ഈ കാലഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മികച്ച ധ്യാനഗുരുവും എഴുത്തുകാരനായും ശ്രദ്ധേയനായ ഡാനിയച്ചൻ തൻ്റെ ആത്മീയ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഫാദർ ഡാനി കപ്പൂച്ചിൻ. ഡാനിയച്ച, ഷാലോം ടി വിയുടെ ജോഷുവ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛ, ഫാദർ ഡാനി കപ്പൂച്ചിൻ ഇന്ന് കേരളത്തിൽ വളരെ ദൈവവചന പ്രഘോഷണ രംഗത്ത് വളരെ ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുകയും ആളുകൾക്ക് സുപരിചിതനുമായ ഒരാളാണ് അച്ഛൻ. എങ്കിലും ഇന്ന് നമ്മളുടെ ഈ ഒരു ജോഷുവ പ്രോഗ്രാമിൽ അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ആളുകൾക്ക് കേൾക്കാനുള്ളൊരു താല്പര്യത്തെ പ്രതി അച്ഛൻ്റെ വീട് എവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്, ഒന്ന് പറയാമോ അച്ഛൻ? ഈ പ്രോഗ്രാമിലോട്ട് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ചെറുതായിട്ട് പരിചയപ്പെടുത്തിയ ഞാൻ കൊല്ലം രൂപതയിലെ ഒരു അംഗമാണ്. കൊല്ലം രൂപതയിൽ കണ്ടച്ചിറ ഇടവകയെന്ന് പറയും. വീട്ടിൽ പപ്പ ഉണ്ട്, അമ്മച്ചിയുണ്ട്, പിന്നെ സഹോദരങ്ങൾ, ചേട്ടനും ഒരു അനിയനുമാണ്. അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞവർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ വീട്. അച്ഛൻ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു വലിയ സ്വാധീനം ഉണ്ടാവും അച്ഛൻ്റെ ദൈവവിളിയിൽ നിന്ന് നമുക്ക് ഉറപ്പാണ്. എങ്കിലും എങ്ങനെയാണ് അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്? അച്ഛനൊരു വൈദികനാവണമെന്നൊരു ചിന്ത എങ്ങനെയാണ് അച്ഛൻ രൂപപ്പെട്ടത്? എനിക്ക് തോന്നുന്നു വളരെ സ്വാഭാവികമായ ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം തന്നെ, ഞാനൊരു 20ാമത്തെ വയസ്സിലാണ് അച്ഛനെ ആകാനായിട്ട് ചേർന്ന് പോയത്. സാധാരണ ഒരു വയസ്സെന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഉള്ള ഒരു 15 വയസ്സൊക്കെയാണ്. എൻ്റെ ഓർമ്മയിൽ ഞാനങ്ങനെ അച്ഛനാകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് ഇരുന്ന ആളോ അങ്ങനെ ഒന്നും അല്ല. ഒരു സാധാരണ ഒരു പയ്യൻ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 17 വയസ്സ് മുതൽ 18, 19, 20 വയസ്സൊക്കെ ഈ കുറച്ച് ധ്യാനങ്ങളൊക്കെ കൂടാനും, അപ്പോൾ ഈ വചനത്തോടൊരു, ബൈബിളിനോടൊരു താല്പര്യം തോന്നിയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ആഗ്രഹിച്ചത് ഈ വചനം ഒരു പാഷനായി മാറി. ഈ ബൈബിൾ പ്രസംഗിക്കണം, ഈ പ്രസംഗിക്കാനുള്ളൊരു താല്പര്യമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാനങ്ങനെ ബൈബിൾ പ്രസംഗിക്കാൻ പലരുടെ കൂടെയൊക്കെ പോയി. അപ്പോഴും അച്ഛനാകണമെന്നൊരു ചിന്തയില്ല. പിന്നീട് കുറേ നാളിങ്ങനെ ബൈബിൾ പ്രസംഗിച്ച് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവസാനം എനിക്ക് തോന്നിയ എൻ്റെ ഒരു ട്രാൻസിഷൻ്റെ ഭാഗമാണ് പ്രഘോഷണത്തേക്കാൾ കൂടുതൽ ഈ വചനത്തിന് വേണ്ടി ജീവിക്കാൻ ഒരു വിചാരം തോന്നുക. അതിനുവേണ്ടി ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ കപ്പൂച്ചിൻ സഭയിലേക്ക് ഒരു മനസ്സിലൊരു വലിയ താല്പര്യം തോന്നുകയും പിന്നെ ആ വഴിക്ക് അങ്ങനെ ചിന്തി. അതിൻ്റെ ഇടയ്ക്കൊന്ന് പറയാനാണ്, എനിക്ക് തോന്നുന്നു ഒരു വരി എൻ്റെ മനസ്സിൽ പനക്കലച്ചൻ പ്രസംഗിച്ചാണ് തോന്നുന്നത്, ദൈവരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുക. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനും ചിന്തിക്കാനും അറിയത്തില്ലെങ്കിലും അത്തരം ഒരു കാര്യം എന്തോ എൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ എവിടെയോ വീണ് കിടപ്പുണ്ട്. ദൈവരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുക. അതിനെ പിന്തുടർന്ന് പോയത് പിന്നെ ഇങ്ങനെയൊക്കെ ഒരു കപ്പൂച്ചിൻ സഭയിലേക്ക് ചേർന്ന് ഇങ്ങനെ അച്ഛനായി. ഇപ്പോൾ ഒരു 10 വർഷം കഴിയുന്നു. 11ാമത്തെ വർഷം. ഈ കപ്പൂച്ചിൻ സഭയിൽ ചേരാനുണ്ട് എന്തായിരുന്നു ഒരു പ്രചോദനം? പ്രത്യേകിച്ച് പ്രചോദനം എനിക്ക് തോന്നുന്നു, എൻ്റെ വീട് കണ്ടച്ചിറയാണെങ്കിലും കൊല്ലത്തെ, കേരളത്തിലെ തന്നെ ഒരു അറിയപ്പെടുന്ന ആശ്രമമാണ് തില്ലേരി സെൻറ്റ് ആൻ്റണീസ് പ്രയറി. ഒരു പുരാതനമായ ആശ്രമമാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ കുമ്പസാരിക്കാനൊക്കെ വരുന്നതും ഈ ആശ്രമമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ആശ്രമത്തിൽ അച്ഛന്മാരെ കണ്ടത്. പിന്നെ എൻ്റെ നാട് തന്നെ 6 കപ്പൂച്ചിൻ വൈദികരുള്ളതാണ്. അതിലേതാണ്ട് 4ാമത്തെ അച്ഛനാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യം ഞാൻ കാണുന്നത് കുട്ടിക്കാലത്ത് ഈ ഡ്രസ്സിനോട് തന്നെയുള്ളൊരു താല്പര്യം. ഈ കപ്പൂച്ചിൻ അച്ഛൻ, കണ്ടച്ചിറയുടെ ഇർവിൻ അച്ഛനെന്ന് പറയും, ആ അച്ഛനെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കപ്പൂച്ചിൻ അച്ഛനായിട്ട് കാണുന്നത്.
ഇപ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് കാണുന്ന ആ ഒരു ചിന്ത, പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു പോകുമ്പം ഈ കാര്യങ്ങളോടുണ്ടാകുന്ന ഒരു താല്പര്യം, പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ 3-ാം സഭയുടെ ഭാഗമായി ഫ്രാൻസിസ്കൻ 3-ാം സഭ അതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് വിങ്ങിൽ ചേരുകയും അതുമായിട്ട് അച്ഛന്മാരുമായിട്ടൊക്കെ ഒത്തിരി ഇടപഴകി. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നത് കപ്പൂച്ചിൻ സഭയിൽ അച്ഛനാകാൻ കിട്ടിയാൽ അച്ഛനാകണം, ഇല്ലെങ്കിൽ ആകണ്ട എന്നൊരു ചിന്ത തന്നെയായിരുന്നു. വൈദികനാകുക എന്നുള്ളതിനേക്കാൾ കപ്പൂച്ചിൻ സഭയിലെ വൈദികനാകുക എന്നൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിലേക്ക് പോയത്. കൃത്യമായൊരു അല്ലേ, അങ്ങനത്തെ ഒരു ഡയറക്ഷനോട് കൂടി തന്നെയാണ് അല്ലെ ആ തീരുമാനത്തിലേക്ക് വന്നതും എല്ലാം. അച്ഛൻ ഈ അച്ഛനായ ഒരു നാള്, അച്ഛൻ മുമ്പ് പറഞ്ഞ വാക്കുകളെ കണക്ട് ചെയ്ത് ചോദിച്ചാൽ, അച്ഛനാകാൻ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് തയ്യാറായിരുന്നൊന്നുമല്ല. പക്ഷേ ദൈവം സ്വാഭാവികമായ വിധത്തിൽ നയിച്ച് ഈ ഒരു കപ്പൂച്ചിൻ സഭയിൽ ചേർന്നു. അച്ഛനാകുക എന്ന് പറയുന്നത് നാടിൻ്റെയും വീടിൻ്റെയും ഒക്കെ ഒരു വലിയൊരു പ്രതീക്ഷയൊക്കെ ആണല്ലോ. സെമിനാരി പോയി എന്നറിയുമ്പോൾ എല്ലാവർക്കും പിന്നെ ഒരു കാത്തിരിപ്പാണ് അച്ഛനാവുന്ന ഒരു ദിവസത്തിന് വേണ്ടി. അച്ഛനായ ആ ഒരു ജീവിതത്തെക്കുറിച്ച്, ആ ഒരു വൈദിക പട്ടം സ്വീകരിച്ച, പൗരോഹിത്യം സ്വീകരിച്ച നാളുകൾ, അല്ലെങ്കിൽ ആ തുടക്ക നാളുകളോ ആ ദിവസങ്ങളെയൊക്കെ കുറിച്ചൊക്കെ അച്ഛൻ്റെ മനസ്സിൽ അച്ഛന് ദൈവത്തോട് തോന്നിയതോ അച്ഛനുണ്ടായ എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും ചിന്തകൾ ഒരു വൈദികനെന്ന നിലയിൽ തോന്നിയ കാര്യങ്ങളൊന്ന് പറയാനുണ്ട്? ചിന്തകളെക്കാളും ആ സമയങ്ങളിലെ സന്തോഷമാണ് പറയാനുള്ളത്. എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഇപ്പോൾ ഒരാൾ നിങ്ങൾക്ക് ദൈവവിളി ഉണ്ടോ, എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സന്തോഷമാണ് ദൈവവിളി ഉണ്ട് എന്നതിൻ്റെ അടയാളം. സഭയിൽ പ്രവേശനം കിട്ടുമോ ഇല്ലയോ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നു. സാധാരണ ഒരു ട്രാക്ക് അനുസരിച്ച് നമ്മുടെ ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തയൊന്നും അല്ലത്. ബന്ധങ്ങളും സാഹചര്യങ്ങളും കളഞ്ഞ് ഒരു സന്യാസത്തിന് പോവുക. പക്ഷേ ആ ചിന്ത നമ്മളെ സന്തോഷിപ്പിക്കുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു. എനിക്കാണെങ്കിൽ ഇച്ചിരി ഒരു കാലിന് പ്രശ്നമൊക്കെ ഉണ്ട്, കിട്ടാൻ സാധ്യതയില്ലാത്ത. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് കയറാൻ വേണ്ടി നമ്മൾ അന്വേഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ സഭയിൽ കയറിക്കഴിഞ്ഞാലും ഈ വെസ്റ്റേഷൻ ലോഹ കിട്ടുന്ന സമയമുണ്ട്, സിമ്പിൾ പ്രൊഫഷനുണ്ട്, ഫൈനൽ പ്രൊഫഷനുണ്ട്, ഒടുവിൽ പട്ടം. ഈ സമയത്തൊക്കെ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ഇത് സന്തോഷം പറയുന്നത് ഇതാണ് എൻ്റെ ജീവിതമെന്നാണ്. ആ ചിന്തകളേക്കാൾ കൂടുതൽ ആ സന്തോഷമാണ് ദൈവവിളിയുടെ ഒരു അടയാളം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അച്ഛാ, ഈ ദൈവവിളിയുടെ ആ അടയാളത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നത്, അച്ഛനായിട്ട് 10 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ആ സന്തോഷമുണ്ടോ? ആ സന്തോഷം ഇങ്ങനെ നിലനിൽക്കുന്നു. ആ സന്തോഷം കൂടെ ഞാൻ എൻ്റെ പ്രസംഗത്തിലൊരു വിഷയം തന്നെ സന്തോഷമാണ്. ആ സന്തോഷമാണ്. ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ആലോചിച്ചാൽ, ഇങ്ങനെ ചിന്തിച്ചാൽ ഈ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനിയും ആരാകണമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കപ്പൂച്ചിൻ സഭയിൽ അച്ഛനാകണം എന്ന് തന്നെയാണ് ഉത്തരം എന്നുള്ളതാണ്. കാരണം അത് സന്തോഷം, അത് അത്ര ഒരു ആധ്യാത്മിക സന്തോഷത്തിലേക്ക് എത്തിയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ സന്തോഷത്തിൻ്റെ നുറുങ്ങുവട്ടങ്ങൾ മനസ്സിലായി. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഒരു സാഹോദര്യമുണ്ട്. ഇപ്പോൾ ഈ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പം നമ്മുടെ കൂടെയുള്ള അച്ഛന്മാരെല്ലാം ഇങ്ങനെ ഫ്ലാഷ് മിന്നി ഒരുപാട് മനസ്സിൽ വരികയാണ്. അവരുടെ ഒരു കൂട്ടായ്മ, ആ സാഹോദര്യം, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചതായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലും കാര്യത്തിൽ ദുഃഖിച്ചിരിക്കാനോ ഒന്നുമില്ല. ആ ഒരു സാഹോദര്യത്തിൻ്റെ ഒരു സന്തോഷം അത് എടുത്തു പറയത്തക്ക ഒരിതാണ്. അതാണ് ഞാൻ ഈ കാലഘട്ടങ്ങളിൽ ഇത്രയും അനുഭവിക്കുന്ന ഒരിത്. അച്ഛനായപ്പോഴും അല്ലെങ്കിൽ ഈ 10 വർഷമായിട്ട് ഇന്നും ഉള്ളിൽ നിറയുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ ഇത് ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രതിഫലനം വീട്ടിലും ഉണ്ടാവില്ല. അച്ഛനായപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും അവർക്കൊക്കെ വലിയ സന്തോഷമല്ലേ, സഹോദരങ്ങൾക്കൊക്കെ? അവരും അത്തരത്തിൽ വളരെ സന്തോഷവാന്മാരാണ്. അവർക്കുമൊക്കെ ഇതിൽ സന്തോഷമാണ്. പിന്നെ അവരവരുടേതായൊരു ജീവിതത്തിലൂടെ ഇങ്ങനെ പോകുന്നു. നമുക്ക് എന്താണ് സന്തോഷങ്ങൾക്കൊപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാ വീട്ടിലെയും പോലെ സന്തോഷങ്ങൾക്കൊപ്പം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലും നമ്മളൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ചോദിക്കുമ്പം ഒരു നിർവചനത്തിലേക്ക് പോകാൻ ഞാൻ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിലപിക്കുന്നവരെ ഭാഗ്യവാന്മാർ. അതായത് സന്തോഷമില്ലാത്ത സാഹചര്യങ്ങളിൽ എടുത്തിട്ട് ഈശോ സന്തോഷം എന്ന് പറയുന്നുണ്ട്. അതായത് ദുഃഖിക്കാൻ മാത്രമാണ് സാഹചര്യങ്ങളെങ്കിലും ആ സാഹചര്യങ്ങളിലും മനസ്സിൽ ഒരു നിറവ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷമായിട്ട്, ഈശോയുടെ കുരിശിലെ പൂർണ്ണത പോലെ ഇപ്പോൾ എല്ലാം പൂർത്തിയായി എന്ന് ഈശോ പറയുന്ന പോലെ. ഒന്നും കൂടെ പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം യേശുക്രിസ്തു കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങളിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
എങ്കിലും നീങ്ങിപ്പോയില്ല, ഈശോ കുരിശിൽ മരിച്ചു. അപ്പോൾ പിന്നെ പ്രാർത്ഥനയുടെ അർത്ഥം എന്തായെന്ന് ചോദിച്ചാൽ, സ്നേഹം ഒട്ടും ചോരാതെ, സന്തോഷം ഒട്ടും ചോർന്നു പോകാതെ ഈശോ കുരിശിൽ മരിച്ചു. ആ ഒരു സന്തോഷം അത് എല്ലായിടത്തും എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കാനുള്ള കാരണം, സ്വാഭാവികമായിട്ട് ഒരു വൈദികൻ എന്ന് പറയുന്നത് കുടുംബത്തിന് ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് കുടുംബം കാണുന്നത്, ദേശത്തിനൊരു അനുഗ്രഹമാണ്. അച്ഛൻ തന്നെ പറഞ്ഞ പോലെ ഒരു 4, 5, 6 കപ്പൂച്ചിനച്ഛന്മാർ, 6 കപ്പൂച്ചിനച്ഛന്മാർ ആ ഇടവകയിൽ നിന്ന് തന്നെ ഉണ്ട് എന്ന് പറയുന്നത് ആ ഒരു ദേശത്തിന് 6, ഇപ്പം അടുത്ത വർഷം 7 ആകും. അതുപോലെ തീർച്ചയായിട്ടും മറ്റു രൂപത അച്ഛന്മാരായിട്ടും കോൺഗ്രിഗേഷനായിട്ടും ഒക്കെ പല ദൈവവിളികളും ഉണ്ടാവുമല്ലോ. അത് വലിയൊരു അനുഗ്രഹം. അച്ഛൻ്റെ ഇപ്പോൾ അച്ഛൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരു നല്ലൊരു ചിന്ത എന്ന് പറയുന്നത്, അച്ഛൻ ഒരുപക്ഷെ ദൈവവചന പ്രഘോഷകൻ അല്ലെങ്കിൽ ദൈവവചനം പ്രഘോഷിക്കണമെന്ന് ആഗ്രഹിച്ച് അത് പിന്നീട് പ്രഘോഷണത്തെക്കാൾ ഉപരി ജീവിക്കാനുള്ള അച്ഛൻ്റെ ഒരു ആഗ്രഹത്തെ പ്രതി കപ്പൂച്ചിൻ സഭ ചൂസ് ചെയ്ത് ഒരു വൈദികനാവാൻ, ഒരു കപ്പൂച്ചിൻ അച്ഛനാവാൻ തീരുമാനിച്ച ആ ഒരു ഇതിൽ ഒരുപക്ഷെ അച്ഛൻ ആ ഫോർമേഷനിലൊക്കെ കാണിച്ച വിശ്വസ്ത കൊണ്ട് തന്നെ ആവണം ദൈവം തമ്പുരാൻ അച്ഛനൊരു നല്ല വചനപ്രഘോഷകനാക്കി. എങ്ങനെയാണ് അച്ഛൻ ഈ വചനപ്രഘോഷണ ശുശ്രൂഷ രംഗത്തേക്ക് അച്ഛൻ വരുന്നത്? എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അച്ഛനത് തുടങ്ങിയതും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതം എങ്ങനെ അച്ഛന് ഇന്ന് മുമ്പോട്ട് പോകുന്നു? ഒറ്റവരി പറഞ്ഞാൽ കർത്താവെല്ലാം ഓർമ്മിച്ച് വയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ അച്ഛനാകാനായിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സഭയിലോട്ട് കയറാനായിട്ട് എൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം വചനപ്രഘോഷണമായിരുന്നു. കാരണം അന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരുമായിട്ട് ബാംഗ്ലൂർ എവിടെയോ പ്രസംഗിക്കാൻ, അങ്ങനെ തുടർച്ചയായിട്ട് പ്രസംഗങ്ങളുമായിട്ട് പോകാൻ അവസരം കിട്ടുമ്പോൾ അതാണ് ആ പ്രസംഗിച്ച് അങ്ങനെ അങ്ങോട്ട് പോകണോ സഭയിൽ. അവസാനം വചനപ്രഘോഷണം ഉപേക്ഷിച്ചിട്ടാണ് കപ്പൂച്ചിൻ സഭയിലോട്ട് വന്നത്. പക്ഷെ കർത്താവ് തോർത്ത് വെച്ചിട്ടുണ്ട്. സഭയിൽ വന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ വർഷം പഠിക്കുമ്പോൾ മുതൽ ഏതെങ്കിലും അച്ഛന്മാർ പ്രസംഗിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതങ്ങനെ പോയി സഭയിൽ അച്ഛനായപ്പോൾ തന്നെ 1 വർഷം ഞാനൊരു ഫിലോസഫിയിൽ പഠിപ്പിക്കുകയും ഒരു ഇടവകയുടെ അസിസ്റ്റൻ്റായിട്ടൊക്കെ നിന്നു. പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും സഭ എന്നെ വചനപ്രഘോഷണത്തിനായിട്ട്, അതൊരു സഭയുടെ ഒരു കണ്ടെത്തൽ കൂടിയാണ്. ഇപ്പം ഞാൻ നാട്ടിൽ പണ്ട് ഇങ്ങനെ ശുശ്രൂഷയായിട്ട് പോയി എന്നുള്ളതൊന്നും അധികം ആർക്കും അറിയത്തില്ല. എങ്കിലും നമ്മളിടയ്ക്കുള്ള കിട്ടുന്ന ചാൻസുകളിലെ പ്രസംഗമൊക്കെ നമ്മളെ മേലധികാരികൾ കാണുകയും മനസ്സിലാക്കുകയും അവർ അത് കണ്ടെത്തുകയും ദൈവം അവരിലൂടെ കൃത്യമായിട്ട് നമ്മളുടെ എന്താണ് വിളിക്കുള്ളിലൊരു വിളി അവർ കണ്ടെത്തുകയും അതിലേക്ക് അവർ തന്നെ നമ്മളെ, അങ്ങനെ ഞാൻ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടറായി ധ്യാന കേന്ദ്രങ്ങളിലൂടെയൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാൻ അച്ഛന് ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായെന്ന് പറയുമ്പോഴും വചനപ്രഘോഷണ രംഗത്തേക്ക് ഒരുപക്ഷെ മേലധികാരികളുടെ കൃത്യമായ ഡിസൈൻമെൻറ്റോട് കൂടി വീണ്ടും അച്ഛൻ വന്നു എന്ന് പറയുന്നൊരു സാഹചര്യത്തിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിയിട്ടുണ്ട്. ഞാൻ അച്ഛൻ്റെ പ്രസംഗങ്ങൾ ചിലത് കേട്ടിട്ടുണ്ട്. അച്ഛനെക്കുറിച്ച് ധാരാളം ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇതിൽ നിന്നെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, തീർച്ചയായിട്ടും ഓരോ രീതിയിലുള്ള വചനപ്രഘോഷണങ്ങളുണ്ട്. അത് വ്യത്യസ്തങ്ങളായ ശൈലിയിലും വ്യത്യസ്തങ്ങളായ രീതികളിലുള്ള വചനപ്രഘോഷങ്ങളുണ്ട്. അതിനെല്ലാം ബഹുമാനത്തിലും എടുത്തുകൊണ്ട് തന്നെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത്, അച്ഛൻ്റെ ഒരു യുണീക്ക് വേ ഓഫ് ഒരു ദൈവവചനം പങ്കുവയ്ക്കുന്നൊരു യുണീക്കായിട്ടുള്ളൊരു ഒരു ഇതുണ്ട്, ആ ഒരു തനിമ ഉണ്ട് അച്ഛൻ്റെ ഇതിന്. അച്ഛൻ്റെ റിഫ്ലക്ഷൻസും അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അച്ഛൻ ഇങ്ങനത്തെ റിഫ്ലക്ഷൻസ് കിട്ടുന്നത്? എങ്ങനെയാണ് ഇത്തരത്തിലൊരു വളരെ ജീവിതബന്ധിയായിട്ട്, ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ പിന്നീട് അച്ഛനോട് ചോദിക്കാം, വളരെ ജീവിതബന്ധിയായിട്ട് സാധാരണ ആളുകളുടെ ജീവിത പശ്ചാത്തലങ്ങളിൽ ഒരുപക്ഷെ മറ്റാരും എന്നല്ല, പൊതുവെ സാധാരണ ആരും കാണാത്ത ചില രീതിയിലാണ് അച്ഛൻ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇങ്ങനത്തെ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളൊക്കെ അച്ഛന് കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരമില്ലാത്തൊരു കാര്യമാണ് ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്നും. അതിനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെടി എങ്ങനെ എപ്പോൾ കിളിച്ചു എന്നും പൂവ് എപ്പോൾ വിരിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടൊരു ഉത്തരം പറയാതെ നമ്മുടെ കണ്ണ് വെട്ടിച്ചു പൂ വിരിഞ്ഞു എന്ന് മാത്രം പറയാവുന്നതുപോലെ ഈ എൻ്റെ ചിന്തകളിലല്ലിത്. അതിനതീതമായിട്ട് ദൈവം അല്പാൽപമായിട്ട് മനസ്സിലേക്ക് ഇങ്ങനെ കൊച്ചു മഴ പോലെ ഇറ്റിറ്റ് വീഴ്ചതാണെന്ന് തോന്നുന്നു. അത് പറയാൻ കാരണം ഞാൻ അധികം പുസ്തകങ്ങളൊന്നും വായിക്കാറില്ല. ഞാൻ 2-3 പുസ്തകം എഴുതിയിട്ടുള്ളതുകൊണ്ട് പലരും ഞാൻ ഒരുപാട് വായിക്കുന്നു എന്ന് ധരിക്കാറുണ്ട്. പക്ഷേ ഉള്ള സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ പുസ്തകം വായിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതെന്തോ അതിനെ എതിർത്ത് പറയുന്നതല്ല, അങ്ങനൊരു ശീലം കുട്ടിക്കാലത്തെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ എന്തോ ഒരു ഈ വായന ഉള്ളിൽ നടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത്, ഞാനൊരു പുസ്തകത്തിൻ്റെ അവസാനത്തെ പുസ്തകത്തിൻ്റെ പേര് ഇട്ടിരിക്കുന്നത് മൗനം എന്നാണ്. പൊതുവേ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, പക്ഷേ മൗനത്തിലായാൽ ഞാൻ കംഫർട്ടബിളാണ്. ചില സമയങ്ങളിൽ അങ്ങനെ ഒറ്റയ്ക്ക് മാറി നിൽക്കാനും ശ്രമിക്കും. ഈ മൗനത്തിലാണ്
എന്തോ ഒരു ചിന്ത മനസ്സിലേക്ക് വീഴുകയും, അതൊരു പ്രസംഗമൊന്നുമല്ല, ഏതോ ഒരു ചിന്ത, അത് കണ്ടതാകാം, കേട്ടതാകാം, വെറുതെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വന്നതാകാം, അത് പിന്നെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയും, അത് പിന്നെ എനിക്ക് തോന്നുന്നു പോകുന്നതും വരുന്നതും എനിക്കൊരു ഒരു 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 ഭ്രാന്ത് പോലെ ആ ചിന്ത കിടക്കുകയും, പിന്നെ ബൈബിളിലെ മറ്റ് കാര്യങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടുകയും, അതൊരു വലിയ വേറൊരു വിഷയമായിട്ട് മാറുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് സംസാരിക്കുമ്പോൾ ഒരു വ്യക്തത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എങ്ങനെയോ പതുക്കെ പതുക്കെ അരമണിക്കൂർ കൊണ്ടോ 1 മണിക്കൂർ കൊണ്ടോ രൂപപ്പെട്ടതല്ല, അതിങ്ങനെ കുറേ സമയം കൊണ്ട് മനസ്സിൽ കിടന്ന് രൂപപ്പെട്ട ചില ചിന്തകളാണ്. അച്ഛാ, ഞാൻ തീർച്ചയായിട്ടും അത്തരം ചിന്തകളുടെ ചില ഉദാഹരണങ്ങളിലേക്ക് എനിക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഉള്ളിൽ എന്തോ ഇങ്ങനെ ഉണ്ടായി, എന്തോ രൂപപ്പെട്ടു എന്ന് ഒക്കെ അച്ഛൻ പറയുമ്പോഴും ഇതാരോ ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു നിക്ഷേപം നടക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അച്ഛൻ മൗനം എന്നൊരു വാക്കെടുത്തതുകൊണ്ട് ഞാൻ ആ വാക്കിൽ തന്നെ ചോദിക്കുക, ഈ മൗനം എന്ന് പറയുന്നിടത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് മാത്രമല്ലല്ലോ മൗനം എന്ന് പറയണേ. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ സ്രോതസ്? എന്തോ ഒന്നാണല്ലോ അച്ഛൻ, തീർച്ചയായിട്ടും അച്ഛൻ അത് പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയാം. അത് ഒന്നുകൂടെ പറയാൻ പറ്റുമോ? സ്രോതസ് കൃത്യമായി നമുക്കറിയാം. സ്രോതസ് പരിശുദ്ധാത്മാവാണ്, ക്രിസ്തുവാണ്. ആ സ്നേഹബന്ധമാണ് ആ സ്രോതസ്. അതിനെ കുറച്ചും കൂടെ എങ്ങനെയെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ആ സ്രോതസ്, ഒരുപക്ഷെ എനിക്ക് മൗനം എന്ന് പറയുമ്പോഴും മൗനം ഒരു ശരിയായ പ്രാർത്ഥനയാണ്. മൗനം, ഇപ്പോൾ ഈശോ മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി എന്ന് നമ്മൾ പറയുന്നു. പ്രാർത്ഥിക്കാൻ പോയി എന്നുള്ളതിനേക്കാൾ ഒരു മൗനത്തിലേക്ക് പോയി. കാരണം ആൾപ്പാർപ്പും ആരവങ്ങളും ഇല്ലാത്ത ഒരിടത്തേക്ക് ആ മൗനത്തിൽ ഈശോ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ആ മൗനത്തിൽ നിന്ന് തിരിച്ചു വന്ന ഈശോയാണ് സിനഗോഗിൽ കയറി നിന്ന് ജീവിതത്തെക്കുറിച്ചുള്ളൊരു വ്യക്തത പറയുന്നത്. അപ്പോൾ ഒരു ഏകാന്തമായൊരു മൗനം, ആ മൗനത്തിലുള്ള പ്രാർത്ഥന, ആ സമയം ഒരുപക്ഷെ നമുക്ക് ഒന്നും തോന്നിയില്ല എങ്കിലും അതിന് അതിൻ്റേതായൊരു മേന്മയുണ്ട്. അത് നമ്മൾ പിന്നീട് ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിലെ ഏതോ ഒരു ചെറിയ വളവും തിരിവും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഞാൻ ഈ മൗനത്തെക്കുറിച്ച് തന്നെ ഞാൻ ധ്യാനത്തിൽ പറയുകയും പുസ്തകം എഴുതുകയും ചെയ്യാൻ കാര്യം, ഒരു ദിവസം ഞാൻ ബൈബിൾ തുറക്കുമ്പം എന്നെ സ്പർശിച്ചത് വരികളല്ല, വരികൾക്കിടയ്ക്കെല്ലാം ഒരു വെളുത്ത സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ചിന്തിച്ചു പോയതാണ്. പിന്നെ ഞാൻ ബൈബിൾ മുഴുവൻ മറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വരികളേക്കാൾ കൂടുതലിനകത്ത് വെളുത്ത സ്പേസ് ആണെന്നാണ്. അപ്പോൾ ഓരോ വചനവും നമ്മളെല്ലാവരും ബൈബിൾ തുറന്ന് വചനങ്ങൾ അങ്ങ് വായിച്ചു, അതിനെക്കുറിച്ച് പഠിച്ചു, അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ പോയി. ആരും കാണാത്തൊരു വെളുത്ത സ്പേസ് അവിടെ കിടക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുമ്പം ഈ വെളുത്ത സ്പേസ് മൗനമാണ്. പിന്നെ ക്രിസ്തുവിനെക്കുറിച്ച് നോക്കിയാലും ക്രിസ്തു ഒരു മൗനത്തിൽ നിന്ന് ആരംഭിക്കുന്നു. സ്നാപയോനാൻ ഒരു മൗനത്തിൽ നിന്ന് ആരംഭിക്കുന്നു. സക്കറിയ എന്ന് പറഞ്ഞ തിരക്ക് പിടിച്ചൊരു പുരോഹിതനെ മാലാഖ ഒരു മൗനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇവരുടെ എല്ലാം ആരംഭം ഇതാണ്. എനിക്കും മനസ്സിലായൊരു കാര്യം ഇതാണ്. ബൈബിളിൽ ക്രിസ്തു പ്രസംഗിക്കുന്നത് കാണുന്നു, എങ്കിലും മൗനത്തിലേക്ക് പോകുന്ന ക്രിസ്തുവിനെയാണ് ഒരുപാട് കാണുന്നത്. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പ്രവണതയുള്ള ആളായതുകൊണ്ട് എൻ്റെ ഒരു ആധ്യാത്മിക വളർച്ചയ്ക്ക് ദൈവം മനസ്സിലാക്കി തരുന്നതാണ്. അങ്ങനെ ഞാൻ ചില സമയങ്ങളിലൊക്കെ ഒരു മൗനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഒറ്റയ്ക്കാകുന്ന സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയിൽ കർത്താവ് എന്തോ മനസ്സിൽ നിക്ഷേപിക്കുന്നു. അത് പിന്നെ ബൈബിൾ തുറക്കുമ്പോൾ ഒരു വരിയിലൂടെ ശ്രദ്ധിക്കപ്പെടാത്ത പലതും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നു. അതിങ്ങനെ കടന്ന് ഒരു മനോഹരമായൊരു ചിന്തയായിട്ട് രൂപപ്പെടുന്നു. അതായത് നമ്മൾ കർത്താവിന് നമ്മളിൽ നിക്ഷേപിക്കാനും കർത്താവിന് ഇടപെടാനുമുള്ള ഒരു സാഹചര്യമായി മൗനത്തെ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ അനുവദിക്കുമ്പോൾ വലിയ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അച്ഛൻ്റെ ഈ ഷെയറിങ്ങിലും അച്ഛൻ്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത്. അച്ഛൻ ഞാൻ ഒരു ഇത്തിരി പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം, പലപ്പോഴും പിന്നെ കുർബാന പ്രസംഗങ്ങൾ പോലും, ഹോംലി പോലും, കുർബാന മധ്യയുള്ള ദൈവവചന പ്രഘോഷണങ്ങൾ പോലും ചിലപ്പോൾ ആളുകൾ വളരെ അപരിചിതരെ പോലെ ഇരുന്ന് കേൾക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ടെങ്കിലും സത്യമായതുകൊണ്ട് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഉദാഹരണങ്ങൾ പറയുമ്പോൾ പോലും ഒരു നാട്ടിൻ പ്രദേശത്ത് അല്ലെങ്കിൽ കേരളത്തിലൊരു ഉൾനാടൻ ഗ്രാമപ്രദേശത്തൊരു പള്ളിയിൽ ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്പിൽ നടന്ന ഒരു സംഭവം എന്നൊരു ഉദാഹരണം പറഞ്ഞു വരുമ്പോഴേക്കും ആളുകൾ ഷട്ടർ ഇടുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ അത്ര ഉദാഹരണങ്ങൾ ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. മാർപ്പാപ്പ ഇതുകൊണ്ടൊക്കെ തന്നെ ആവണം പരിശുദ്ധ പിതാവ് ഇവാഞ്ചലി ഗൗതിയം എന്ന് പറയുന്ന ഈ ഒരു ആ ഒരു ഇതിനകത്ത് മാർപ്പാപ്പ വളരെ കൃത്യമായി പറയുന്നു,
ഈ ഹോംലിയെക്കുറിച്ചും ഹോംലിറ്റിക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ കുർബാന മധ്യയുള്ള ദൈവവചന പ്രഘോഷണത്തിന് എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുന്നത്, അച്ഛൻ്റെ വചന പ്രഘോഷണങ്ങളെല്ലാം തന്നെ വളരെ ലൈഫ് ഓറിയൻറ്റഡ്. ഞാൻ അതിനൊരു ഉദാഹരണം വീണ്ടും എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ കേട്ടിട്ടുള്ളൊരു ചെറിയൊരു ചിന്ത, അതെനിക്ക് ഒത്തിരി വ്യക്തിപരമായിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ ഒരു വചന പ്രഘോഷണ രംഗത്തും ഒക്കെ എന്നെ സഹായിച്ചിട്ടുള്ളൊരു ചിന്തയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു രോഗം വന്ന ഒരാളെ ചികിത്സിച്ച് ദൈവത്തിന് മുമ്പിൽ എല്ലാ വൈദ്യശാസ്ത്രവും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ അയാൾ ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ച്, തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണമൊക്കെ അത്തരത്തിൽ ഒത്തിരി ആളുകളിൽ ബോധ്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് സൗഖ്യം നേടുന്നത്, തളർന്നു കിടക്കുന്ന ഒരാൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ്റെ സൗഖ്യത്തിൻ്റെ പേരിൽ എഴുന്നേറ്റ് നടക്കുന്നത് ഒരു ദൈവത്തിൻ്റെ അത്ഭുതമാണെന്നോ ദൈവസ്നേഹ അനുഭവമാണെന്നോ ആരെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് ജനം ഇതിൻ്റെ പുറകെ ഓടിപ്പോവുക. പക്ഷെ അതിനേക്കാൾ അച്ഛൻ പറഞ്ഞു ക്യാൻസർ ഞാൻ അച്ഛൻ പറഞ്ഞ വാക്കാണ് ഓർക്കുന്നത്, ക്യാൻസർ വന്നത് സുഖപ്പെടുത്തുന്നത് പോലെ തന്നെയല്ലേ ഒരു ദൈവാനുഭവമല്ലേ ക്യാൻസർ വരാതെ നോക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലും എന്നുള്ളത്. അച്ഛാ, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഇത്രയും മനസ്സിലാവുന്ന വിധത്തിൽ സംസാരിക്കാൻ പറ്റും? എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അത് എൻ്റെ തന്നെ ഒരു അനുഭവമാണ്. കാരണം ഈ ദൈവാനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ ദൈവം എനിക്ക് ഒരുക്കിയൊരു സാഹചര്യം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ സെമിനാരി വരുന്നതിന് മുമ്പ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്കൊക്കെ ആൾക്കാരെ ധ്യാനിപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അന്നൊന്നും അധികം ആരും ധ്യാനിക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ വീടുകളിലും പറഞ്ഞ് ഞാൻ രോഗശാന്തി കാര്യങ്ങളൊക്കെ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി ധ്യാനകേന്ദ്രത്തിലോട്ട് ചെല്ലുമ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർ പറയും രോഗശാന്തി കിട്ടി, ദർശനം കിട്ടി. സത്യമാണ് ഇവർ പറയുന്നത്. ഞാൻ പറയും എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ എൻ്റെ മനസ്സിൽ പറയും എനിക്ക് മാത്രം ദൈവാനുഭവമില്ലല്ലോ. ഇങ്ങനെ ഞാൻ പല ആൾക്കാരെയും കൊണ്ടുപോകും. അവർക്ക് ദൈവാനുഭവങ്ങൾ തുടരത്തുണ്ടാകും. എൻ്റെ ദൈവാനുഭവം എന്ന് പറയാൻ ഈ വണ്ടി പിടിക്കുന്നതും അതിനാളെ കൂട്ടാൻ നടക്കുന്നതും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ തലയെ ചുമക്കുന്നതൊക്കെ ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വിഷമം ആരെടുത്തും പറയാതെ എനിക്ക് മാത്രം ദൈവാനുഭവം ഇല്ലല്ലോ. അങ്ങനെ ദൈവാനുഭവം ഇല്ല എന്ന് പറഞ്ഞ് നടന്ന് ഞാൻ കപ്പൂച്ചിൻ സഭയിൽ കയറി അവസാനം ഞാൻ ദൈവാനുഭവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി അതാണ് എൻ്റെ ദൈവാനുഭവം. നമ്മൾ ദൈവാനുഭവം എന്ന് പറഞ്ഞ് കാണുന്ന ഒരു രീതിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഈശോ പറയുന്നൊരു വാക്കുണ്ട്, നിൻ്റെ കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണിന് കുറവുണ്ടെങ്കിൽ ശരീരം ഇരുണ്ടു പോകും. അപ്പോൾ ഇത് കാഴ്ചയുടെ ഒരു പ്രശ്നമാണ്. അപ്പം നമുക്കൊരു ശരിയായ കാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ 5 അപ്പം വർദ്ധിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല, ആ 5 അപ്പം ദൈവാനുഭവമാണ്. ഒരു ഗോതമ്പ് മണി അപ്പമായത് മണ്ണും മഴയും മഞ്ഞും വെയിലുമെല്ലാം നമുക്ക് രുചിക്കാവുന്ന വിധത്തിൽ ആക്കി മാറിയത് അതൊരു ഭയങ്കര അത്ഭുതമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഈ വർദ്ധിപ്പിക്കപ്പെട്ട അപ്പത്തിൻ്റെ കഥകൾ, അത്ഭുതങ്ങൾ കണ്ട് ശ്രദ്ധിക്കാതെ പോയ അത്ഭുതങ്ങളാണ്. അത് ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുന്നത്. നമ്മളിലെ ദൈവാനുഭവം, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവാനുഭവം ഉണ്ടെന്ന് തിരിച്ചറിയും. കുറച്ചുകൂടെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈശോ ആഗ്രഹിച്ചതാണ്. ക്രിസ്തു അത്ഭുതങ്ങൾ കാണിച്ചെങ്കിലും ക്രിസ്തുവിന് വിശ്വസിക്കാൻ വേണ്ടി ആരും അത്ഭുതമൊന്നും കാണിച്ചില്ല. പക്ഷേ ഈശോ അത്ഭുതം കണ്ടു, നമ്മളോട് കാണാനും പറഞ്ഞു. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വയലിലെ പൂക്കളെ നോക്കുവിൻ. നമ്മുടെ പ്രശ്നം ഈശോ നോക്കാൻ പറഞ്ഞത് ഇതുവരെയും നമ്മൾ നോക്കിയിട്ടില്ല, കാണാൻ പറഞ്ഞത് കണ്ടിട്ടില്ല. ഈശോ കാണിച്ച അത് ഈശോ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല, ചില നിർണായക സാഹചര്യങ്ങളിൽ അതിൽ ഉടക്കി നിന്നുപോയി. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ചില വലിയ കാര്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന റെയർ എക്സ്പീരിയൻസിനെ മിറക്കിളായിട്ട് കണ്ടു. എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണെങ്കിൽ മിറക്കിൾ അല്ലാതാക്കി. അങ്ങനെയാണ് ക്യാൻസർ മാറിയത് അത്ഭുതമായി മാറുന്നതും ക്യാൻസർ ഇല്ലാത്തതിന് ഒരു നന്ദി പോലും പറയാൻ മനുഷ്യന് തോന്നാത്ത അവസ്ഥയിൽ. അപ്പോൾ ആ ഒരു കാഴ്ച അത് എൻ്റെ തന്നെ അനുഭവത്തിലൂടെ ഉണ്ടായ എനിക്ക് കർത്താവ് മനസ്സിലാക്കി തന്ന ഒരു കാഴ്ചയാണത്. ഈ കാഴ്ച എല്ലാവർക്കും ദൈവാനുഭവം ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തും. അച്ഛൻ ഇത്ര രസകരമായിട്ട് അച്ഛൻ പറയുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലൂടെ കാര്യം ചോദിക്കട്ടെ. അച്ഛൻ്റെ ഷെയറിങ്ങിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു അച്ഛൻ്റെ കാലിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ധാരാളം ശാരീരിക ആസ്വാസ്ഥ്യങ്ങൾ അച്ഛനെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും എങ്ങനെയാണ് അച്ഛൻ സന്തോഷിക്കാൻ പറ്റണം? ഈ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നടുവിൽ എങ്ങനെ സന്തോഷിക്കാനും ഇത്രയും ഈ തമ്പുരാനെ കുറിച്ച് ഇത്രയും തീക്ഷ്ണതയോടെ സംസാരിക്കാനും പറ്റുന്നത് എങ്ങനെ? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം അപ്പനറിയുന്നു. എൻ്റെ പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്നൊരു ചിന്തയുണ്ട്.
അപ്പോൾ ഇതൊരു ഭയങ്കര പാനപാത്രമെന്ന് പറയാൻ തക്ക എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടാക്കുന്നില്ല. മാത്രമല്ല ഈ കാലിന് ഒരു ചെറിയ പ്രശ്നം എനിക്കുണ്ട്. ഒരു 12-ാം വയസ്സ് മുതൽ ഇന്ന് വരെ അതൊന്നിനും ഒരു തടസ്സമാകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഒന്നും ഒരു തടസ്സമാകാൻ, എന്ത് ഒന്നും ഒരു തടസ്സമാകാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം ഇതൊന്നും ഒരു തടസ്സമാകാൻ അനുവദിച്ചില്ല എങ്കിൽ ഇതൊക്കെ കൊണ്ടൊരു മനുഷ്യന് മുമ്പോട്ട് പോകാം എന്ന് ദൈവം പഠിപ്പിക്കുന്നെങ്കിൽ നമ്മളതിനെ സ്വീകരിക്കുകയാണ്. കാരണം ഇതാണ് ജീവിതം. ഈ ഒരു ജീവിതത്തെ മറ്റ് ജീവിതമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഭൂമിയിൽ ഒരു ചിത്രശലഭത്തെ കണക്ക് മറ്റൊരു ചിത്രശലഭമില്ല. ഒരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയുന്നത് പോലെ മറ്റൊരാളെ വേർത്ത് തിരിച്ചറിയാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താണോ എനിക്കുള്ളത് അത് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇല്ലാത്തതായിരിക്കാം. പക്ഷേ ആ നല്ലതും മോശവുമായ എല്ലാ അനുഭവങ്ങളോടും കൂടെ ഇതാണ് എൻ്റെ ജീവിതം എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് എൻ്റെ ഒരു തീരുമാനമല്ല, ദൈവം അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് വർഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു അസൗകര്യങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതൊരു അംഗവൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നില്ല, അതൊരു അസൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചേക്കാം. അസൗകര്യങ്ങളായിട്ട് കണ്ടാൽ അതെല്ലാ മനുഷ്യർക്കും ഉള്ളത്. അതും ഞാനീ പറഞ്ഞൊരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമാണ്. സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് മുഖഭാവത്തിൽ പുഞ്ചിരി ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ തുള്ളിച്ചാടുന്നൊന്നുമല്ല, മറിച്ച് ഈ സന്തോഷത്തിൻ്റെ പ്രത്യേകത അംഗവൈകല്യങ്ങളെ ആൾക്കാർ സന്തോഷത്തെ പ്രതി അസൗകര്യങ്ങളായിട്ട് കുറച്ച് കാണും. സന്തോഷമില്ലെങ്കിൽ അസൗകര്യങ്ങളെ അംഗവൈകല്യങ്ങളാക്കി മാറ്റും. എനിക്ക് തോന്നുന്നത് ദൈവം എനിക്കിതൊരു അസൗകര്യമായിട്ട് മാത്രമേ തോന്നിപ്പിച്ചിട്ടുള്ളൂ. അച്ഛൻ ഏറെ സന്തോഷം. ഡാനിയച്ഛൻ അച്ഛൻ്റെ ജീവിത വഴിയിൽ ഒരുപക്ഷെ കൊല്ലത്ത് ഒരു ഉൾപ്രദേശത്ത് നിന്ന് അച്ഛൻ്റെ ഒരു വളർച്ച, ദൈവം തമ്പുരാൻ പ്രത്യേകിച്ച് കപ്പൂച്ചിൻ സഭയിലെ ഒരു അച്ഛനാവണം എന്ന ആ ആഗ്രഹത്തെ തമ്പുരാൻ ഓരോ മിനിറ്റും പരിപാലിച്ചതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് ഇന്ന് വലിയൊരു ശുശ്രൂഷ രംഗത്ത് ഒരു കപ്പൂച്ചൻ അച്ഛനായി അച്ഛൻ ഇന്ന് ആയിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഷാലോം TV-യിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നതും അച്ഛൻ പറഞ്ഞ ആ ചിന്തകൾ തന്നെ, ആ മൗനത്തിൽ ദൈവം നിക്ഷേപിക്കുന്ന ധാരാളം ചിന്തകൾ അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല അനേകർക്ക് ഇതൊരു ദൈവത്തിൻ്റെ വെളിച്ചം പകരുന്ന ഒരു വഴിയായി ഇന്ന് മാറിയിരിക്കുന്നു. ധാരാളം കാര്യങ്ങൾ അച്ഛൻ്റെ ഇനിയും അച്ഛനോട് ചോദിക്കാനുണ്ട്. കാരണം അച്ഛൻ്റെ പുസ്തകങ്ങൾ, അച്ഛൻ ചെയ്യുന്ന ഒരുപക്ഷെ വാട്സാപ്പിൽ ഒരു ചെറിയൊരു വീഡിയോ മെസ്സേജ് പോലെ ചെയ്യുന്നൊരു നല്ലൊരു ഡേ ലൈറ്റ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി, അച്ഛൻ ഇന്ന് പുതിയതായിട്ട് ചില സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്ന ചില ദൈവവചന പ്രഘോഷണം അല്ലെങ്കിൽ ദൈവവചനം പങ്കുവയ്ക്കുന്നതിൽ ചില മറ്റു മേഖലകൾ, ഇതൊക്കെ അടുത്ത എപ്പിസോഡിൽ അച്ഛൻ പങ്കുവെക്കേണ്ടതുണ്ട്. എങ്കിലും അച്ഛൻ്റെ ഷെയറിങ്ങുകൾ വളരെ ഹൃദ്യമായിരുന്നു. വെച്ചാൽ ഈ എപ്പിസോഡിലൂടെ അവസാനിക്കുമ്പോൾ ഞാൻ അച്ഛൻ അവസാനം പറഞ്ഞൊരു കാര്യം എടുക്കുന്നു. അച്ഛൻ്റെ ജീവിതത്തിൽ എന്നും കൂട്ടായിരിക്കുന്ന, അച്ഛനോടൊപ്പമായിരിക്കുന്ന ഈശോ, ദൈവം അച്ഛൻ്റെ ഈ കാലിൻ്റെ വൈകല്യങ്ങളോ മറ്റ് ശാരീരിക അസ്വസ്ഥങ്ങളോ ഒരിക്കലും ഒന്നും ജീവിതത്തിൽ ഒരു തടസ്സമാകാൻ അനുവദിക്കാത്ത ആ ദൈവത്തെ കൂട്ടുപിടിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ അച്ഛന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷാലോം TV-യുടെ ജോഷുവ പ്രോഗ്രാമിൻ്റെ ഈ അച്ഛനോടൊപ്പമുള്ള ആദ്യ എപ്പിസോഡിലെ അച്ഛൻ്റെ സാന്നിധ്യത്തിന്, പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. അതെ, ക്രിസ്തു സ്നേഹത്തിന് അതിരുകളില്ല, പരിധിയുമില്ല. സുവിശേഷം സ്നേഹമായി, കാരുണ്യമായി പ്രഘോഷിക്കുന്ന ഈ വൈദികന്റെ ചിന്തകൾ അനേകർക്ക് ജീവിതവീഥിയിൽ പ്രകാശമേകുന്നു. കേൾക്കുവാനും പരിഗണിക്കുവാനും ആരുമില്ലാതാകുന്ന ഇരുൾ വീഴുന്ന ജീവിതയാത്രകളിൽ ഒരു തിരി നാളമാകുവാനെങ്കിലും ഈ വൈദികന് കഴിയുന്നു. ഒരു നവസുവിശേഷ ദീപമായി ലോകത്തിന് പ്രകാശമേകുവാൻ നമുക്കും യാത്രയാകാം ആ നസ്രായന്റെ പിന്നാലെ. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ കേൾക്കാമോ, നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ.
ആഴക്കടലിൽ പോ